ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ഇന്ന് നമ്മൾ പുതിയൊരു മിഷനുമായിട്ടാണ് GTA 5 വന്നിരിക്കുന്നത് ഗായ്സ്. അതായത് ഇന്നത്തെ നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് ഒരുത്തൻ്റെ വണ്ടി നമുക്ക് വേണം ഗായ്സ്. ആ ഒരു വണ്ടി നമുക്ക് കിട്ടിയേ പറ്റൂ. അപ്പം അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ നമ്മൾ ഹെലികോപ്റ്ററിൽ പോയി അവനെ വാച്ച് ചെയ്ത് ലാസ്റ്റ് അവനൊരു പീക്ക് പോയിന്റ് ചെല്ലുമ്പോൾ അവൻ്റെ വണ്ടി നമ്മൾ നൈസായിട്ട് തട്ടിയെടുക്കും. എന്നിട്ട് നമ്മളത് ഒരാൾക്ക് കൊണ്ട് കൊടുക്കും ഗൈസ്. അപ്പോൾ ഇന്നത്തെ മിഷൻ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് ഗൈസ്. അപ്പം അതിനു മുന്നേ ഇതുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലത്തെ ഓരോ വീഡിയോസായിട്ട് വരാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക, കാരണം നമ്മുടെ ചാനൽ വീണ്ടും സബ്സ്ക്രൈബേഴ്സ് വളരെ പുറമോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഒന്നുപോലെ തന്നെ പോകണം, ഒന്നിച്ച് തന്നെ പോകണം ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, നമ്മൾ നേരെ നമ്മുടെ ഹെലികോപ്റ്റർ എടുക്കാനാണ് പോകുന്നത്. ഹെലികോപ്റ്ററിൻ്റെ ആ ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത് ഗൈസ്. എന്നിട്ട് അവിടെ പോയിട്ട് വേണം നമുക്ക് ഒരുത്തനെ വാച്ച് ചെയ്യുന്നതൊക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ വണ്ടി എടുത്ത് ചാടി കേട്ടോ, നല്ലൊരു ഹൈറ്റ് ചാടി. അപ്പുറത്ത് കിടക്കുന്ന വണ്ടിയാണ് ഇപ്പുറത്ത് കൊണ്ടിട്ട് ഗൈസ്. എന്താ പറയുക, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓടിക്കുന്നത് ഗൈസ്. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നമ്മൾ വണ്ടി ഓടിക്കുന്ന ഒരു സീനും ഇല്ല, നല്ലപോലെ ഓടിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ ഏരിയയിലോട്ട് പോവാം. നൈസായിട്ട് വഴിയൊന്ന് തെറ്റിപ്പോയി. അവിടെ വെച്ച് തിരിക്കണ്ടായിരുന്നു, ഞാൻ തിരിക്കാൻ മറന്നുപോയെന്ന് തോന്നുന്നു ഗൈസ്. വണ്ടി തിരിക്കാൻ മറന്നുപോയി. ഇതൊക്കെയാണ് പറ്റുന്നത്. അപ്പോൾ ഗൈസ് വേണ്ട ഇതുവഴിയാണെന്ന് തോന്നുന്നത്. ഇവിടെ തന്നെ നമ്മുടെ ആ ഒരു ഏരിയ, അതായത് നമ്മൾ കഴിഞ്ഞ വട്ടം കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു ഏരിയ തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത് ഗൈസ്. നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം എന്താണെന്ന് നോക്കാം. നമ്മുടെ ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ നമ്മുടെ ഹെലികോപ്റ്റർ അങ്ങോട്ട് കയറുക, അതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഹെലികോപ്റ്റർ അങ്ങോട്ട് താഴുന്നില്ലല്ലോ ഗൈസ്. നമ്മൾ സ്വിച്ച് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. ക്യാരക്ടർ സ്വിച്ച് ചെയ്യാം. ക്യാരക്ടർ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഹെലികോപ്റ്റർ താക്കണമെന്ന് തോന്നുന്നു ഗൈസ്. അവനെ കയറ്റിയില്ലല്ലോ, നമ്മൾ ടാങ്കിളിനെ കയറ്റിയില്ലല്ലോ. പുള്ളി വേണ്ടായിരിക്കും ഗൈസ്, അവൻ വേണ്ടായിരിക്കും. നമുക്കിനി എന്തായാലും അങ്ങോട്ട് പോവാം ഗൈസ്. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സൂം ചെയ്യുക എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഓക്കെ, നമ്മുടെ ലൊക്കേഷൻ ഗൈസ്, ലൊക്കേഷൻ ഓക്കെ, നമ്മുടെ ലൊക്കേഷൻ നമ്മൾ സ്കാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. ഈ ഒരു ക്യാമറയ്ക്കകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാനിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഫ്രാങ്കിളിനാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇതിൽ സ്കാനിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാം, അതും ഒരു അടിപൊളിയാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫ്രാങ്കിളിൽ എങ്ങോട്ടോ പോയിട്ടുണ്ട്. നമുക്ക് ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ആദ്യം അങ്ങോട്ട് പോവാം. 1 അല്ല 2 അല്ല 3 ലൊക്കേഷനാണ് ഗൈസ് കിട്ടിയിട്ടുള്ളത്. 3 ലൊക്കേഷനുണ്ട്. 3 ലൊക്കേഷനിലും പോയിട്ട് അവിടെ എന്താ നടക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കണം ഗൈസ്. അപ്പം അതിനാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. 3 ലൊക്കേഷനിൽ പോവുക, അവിടെ എന്തൊക്കെ നടക്കുന്നു എന്നൊക്കെ നമ്മൾ വാച്ച് ചെയ്യുക. ലാസ്റ്റ് വണ്ടി കൊണ്ട് പോകുന്നതിന് നമ്മൾ തൂക്കുക. ആ വണ്ടി നമുക്ക് വേണം ഗൈസ്. എന്തായാലും നമ്മൾ ആ വണ്ടി ഇത്തവണ എടുക്കും. നമുക്കെന്തായാലും പോയി നോക്കാം എന്താ നടക്കുന്നതെന്നൊക്കെ അറിയാമല്ലോ ആ സമയം ഗൈസ്. ഈ ഒരു ഹെലികോപ്റ്റർ ഒട്ടും സ്പീഡില്ല, നല്ല ലാഗുണ്ട്. ഇത് എത്ര നേരമായി, ഇത് വല്ല പ്ലെയിനും അല്ലായിരുന്നെങ്കിൽ സ്പീഡിലൊന്നും പോയേനെ. ഇത് നല്ല ലാഗാണ് കേട്ടോ. അത് മാത്രമല്ല, എനിക്ക് ഈ സാധനം ഓടിക്കാൻ അറിയില്ല. ഇപ്പോൾ പിന്നെ പ്രശ്നമില്ല, നമ്മൾ ക്യാമറയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഹെലികോപ്റ്റർ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളല്ല ഓടിക്കുന്നത് ഗൈസ്. അപ്പം ഇതിൻ്റെ മണ്ടയ്ക്ക് എന്തോ ഉണ്ട്, ഔട്ട് ഓഫ് റേഞ്ചാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് അടുത്ത് നിർത്തട്ടെ. ഇവിടെ എന്തോ സംഭവമുണ്ട് ഗൈസ്, എന്തോ സംഭവമുണ്ട്. ഓക്കെ, ഒരുത്തനുണ്ട്. ഇനിയിപ്പം സ്കാൻ ചെയ്യണോ? ഓക്കെ, സ്കാനിങ് ആണ് നടക്കുന്നത് ഗൈസ്, സ്കാനിങ് ആണ്. ഓക്കെ, അവൻ ആരാണോ മനസ്സിലായി. നെൽസൺ ആണ് അവൻ, നെൽസൺ ഗൈസ്. നെൽസണൊക്കെ ഇവനൊക്കെ ആരുണ്ടാക്കി വിട്ടേ
ഗൈസ് ഇവൻ എന്തോ കാണിക്കുക അവിടെ. ഗൈസ് അവൻ അവിടെ എന്തോ ട്രക്കിൽ നിന്ന് എന്തോ ചെയ്തിട്ട് അങ്ങോട്ട് പോവാണ് ഗൈസ്. അവനെങ്ങോട്ടേലും പോട്ടല്ലേ. എന്നാലും ഇവനത് എവിടെ പോവാ ഗൈസ്? നമുക്ക് അടുത്ത ഏരിയയിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ എന്തോ നടക്കുന്നത്? ഇവിടെ വേണ്ട ഒരുത്തനുണ്ട് ഗൈസ്. ഇവനാണ് കാറ്റിയോ ഗൈസ്? ഇവിടെ എന്തോ നടക്കുന്നത്? ഇവിടുന്ന് ഒരുത്തനെ കൊല്ലാൻ പോവാണ് തള്ളിയിട്ട് ഗൈസ്. ഇവിടെ വേറെ ഇവിടെ നടക്കുന്ന എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. കൊല്ലാൻ പോവാണെന്ന് തോന്നുന്നു ഗൈസ്. കൊല്ലാൻ പോവാണ്. അവനെ മണ്ടയ്ക്കുന്ന തെള്ളിയിട്ട് കൊല്ലാനാണ് നോക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത കുറച്ച് സ്ഥലങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് ഇനി പോയി സ്കാൻ ചെയ്യാം. അടുത്ത സ്കാനിങ്ങിൽ നമ്മൾ ശിവന്മാരാണോ? ശിവന്മാർ തന്നെയാണ് കേട്ടോ. ഇവന്മാർ തന്നെയാണ് ഗൈസ്. ഇവനെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ ഗൈസ്, വേണ്ട അവനെ, ആ ഒറ്റ ഒരുത്തനെയാണ് നമുക്ക് വേണ്ടത് ഗൈസ്. അവനെ നമുക്ക് കിട്ടിയേ പറ്റൂ. നമുക്ക് എന്തായാലും അങ്ങോട്ട് ഫോളോ ചെയ്യാവനെ. നമ്മളോട് പറഞ്ഞേക്കുന്നത് അവനെ ഫോളോ ചെയ്യാനാണ്. നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് അവനെ കിട്ടുമായിരിക്കും. അധികം താമസിക്കാതെ തന്നെ നമുക്ക് അവനെ കിട്ടും. അതുകൊണ്ട് അവൻ്റെ അടുത്ത് ഒരു തൊഴിഞ്ഞൊരു പട്ടിയുണ്ട്. അതുകൊണ്ട് റോഡ് വീലറാണെന്ന് തോന്നുന്നു ഗൈസ്. ഇതിനകത്ത് എപ്പോഴും റോഡ് വീലറേ ഉള്ളെന്ന് തോന്നുന്നു. അല്ല ശരി, വേറെ പട്ടികളുണ്ട്, റോഡ് വീലർ മാത്രമല്ല ഗൈസ്. അവനിപ്പോൾ നടന്ന് പോകുന്നതാണ്. അവനെന്തൊരു ലാഗല്ലേ ഗൈസ്. സ്റ്റെപ്പ് ഇറങ്ങുന്നുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങി. പക്ഷെ ഇനിയിപ്പോൾ അവനെ കാണുന്നില്ലല്ലോ. ഇനിയിപ്പോൾ എന്തോ ചെയ്യും ഗൈസ്? അവനെവിടെ പോയി? ഇവിടെ കണ്ടുണ്ടോ? ഇവിടെ കണ്ടുണ്ടോ തോന്നേ ഗൈസ്? അതെ കിട്ടി. ഇവിടെ നിൽക്കുന്നവൻ ഇവിടെ നിൽക്കില്ല. ഇവനിങ്ങനെ നടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. ഇവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ ഗൈസ്. ഇവൻ ഇടയ്ക്ക് ഒന്ന് കാണാമറയത്ത് പോയത് ഇപ്പോഴും പോയില്ല. പക്ഷെ ഇപ്പം ഇറങ്ങി വരാൻ ഗൈസ്. ഓക്കെ, അവൻ ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സെറ്റായിട്ടുണ്ട്. അതുകൊണ്ട് ഇവനെന്തോ പരിപാടി ഉണ്ട് കേട്ടോ. അവന് തുറന്നിട്ടുണ്ട്. ഒരു വണ്ടിക്കാരൻ അവിടെ വന്നിട്ടുണ്ട് ഗൈസ്. അതാരാണെന്നൊരു പിടിയില്ലല്ലോ. അതാരായിരിക്കും ഗൈസ്? അത് ഫ്രാങ്കിളാണെന്ന് തോന്നുന്നു വന്നത്. അവനെപ്പോഴും വണ്ടി എടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ പോയി. തോണ്ട് പോകുന്നു ഗൈസ്. അവനെ വിടരുത്. അവനെ വിടാതെ തന്നെ ഇങ്ങനെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കണം. പോന്നു. അവൻ ഇതുവഴിയൊക്കെയല്ലേ പോകുന്നത് ഗൈസ്? അവൻ പോകുന്നുണ്ടോ? പക്ഷെ അവനെ നമ്മൾ വിടാൻ പാടില്ല ഒരിക്കലും. അവനെ വിട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അവൻ വിട്ട് കഴിഞ്ഞാൽ അവൻ മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ മിഷൻ തോക്കും ഗൈസ്. നമ്മൾ മിഷൻ തോക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് നോക്കാം അവൻ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് ഗൈസ്. അവൻ വെച്ച് കീച്ചാണ്. ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോവാണ് ഗൈസ്. അവൻ കണ്ട ഡ്രിഫ്റ്റ് ചെയ്താണ്ട് പോകുന്നുണ്ട് ഒരു കൊച്ചു വഴി കൂടെ. ആ കാറ് കറക്റ്റ് പോകാനുള്ളൊരു ഗ്യാപ്പിൽ കൂടെയാണ് അവൻ പോകുന്നത് ഗൈസ്. അവൻ തോണ്ട് പോകുന്നു ഗൈസ്. അവന് നല്ല സ്പീഡ് കയറി കേട്ടോ. നല്ല സ്പീഡ് കയറിയിട്ടുണ്ട്. ടാസ്ക്കായി ഗൈസ്. അവൻ ഇതുവഴിയൊക്കെയാണ് ഇവൻ പോകുന്നത്. ഇവൻ എവിടോ കാര്യമായിട്ട് എന്തോ ഉദ്ദേശിച്ചാണ് പോകുന്നത്. ഇവൻ എവിടോ ഒരു സ്പോട്ടുണ്ട് ഗൈസ്. അതെവിടാണെന്ന് നോക്കാം നമുക്ക് ഗൈസ്. നമ്മൾ നോക്കുമ്പോഴൊക്കെ ഇവൻ നല്ല സ്പീഡിലും ഡ്രിഫ്റ്റ് ചെയ്ത് ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടാണ് പോകുന്നത്. പക്ഷേ അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്നൊരു പിടിയില്ലല്ലോ. എവിടോ ഒരു സ്പോട്ടുണ്ട് എന്തായാലും അവന് ഗൈസ്. അവൻ നല്ല പോക്കാണ് പോകുന്നത് കണ്ടോ. നമ്മൾ ഫ്രാങ്കിളിനൊക്കെ എന്ത് ചെയ്യുന്ന ഒരു പിടിയില്ല. കാര്യമായി ഹെലികോപ്റ്ററൊക്കെ എടുത്ത് എനിക്ക് തോന്നുന്നു ഫ്രാങ്കിളും ചെന്നിട്ട് ഇവൻ്റെ വണ്ടി എടുക്കാൻ പോയപ്പോഴായിരിക്കും. അതായത് വണ്ടി എന്തോ ചോദിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താണ് ഗൈസ്. അപ്പോഴേ ഇവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവൻ അങ്ങനെ രക്ഷപ്പെട്ട് പോകുന്നതാണ് ഇങ്ങനെ ഗൈസ്. എനിക്ക് തോന്നുന്നു ഈ ബിൽഡിങ്ങിലോട്ടാണെന്ന് തോന്നുന്നു. ഈ ബിൽഡിങ്ങിലോട്ടാണ് ഗൈസ് സംഭവിക്കുന്നത് ഗൈസ്. അവൻ ആ ബിൽഡിങ്ങിനകത്ത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അതിപ്പോൾ ബിൽഡിങ്ങിലായില്ലേ ഗൈസ്. ഇനി ഹെലികോപ്റ്റർ താക്കണ്ടേ? സൂം ചെയ്യാനില്ല. സൂം ചെയ്താൽ എന്തോ കാണാനാ
ഹെലികോപ്റ്റർ കാത്തു കേട്ടോ. നോക്കാം, ഹെലികോപ്റ്റർ കാത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് നടക്കുന്നത് എന്ന്. ഗൈസ് നമ്മുടെ ഹെലികോപ്റ്റർ കാത്തിട്ടൊന്നും അവനെ കാണുന്നില്ലല്ലോ. അവനെന്തൊരു പിടിയില്ല കേട്ടോ. മുങ്ങിയെന്ന് തോന്നുന്നു. ഈ പ്ലാറ്റ്ഫോമത്ത് എന്തുമാത്രം നിലയുണ്ട്. ഇതിനകത്ത് അവൻ എവിടാണ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഗൈസ് ഓക്കെ, ഇട്ടിട്ടുണ്ട് ടെർമിനൽ മെഷീൻ. ഓ, എവിടോ ഉണ്ടവൻ. ഗൈസ് ഇതാണെന്ന് തോന്നുന്നു. ഗൈസ് ഇതാണെന്നാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അത് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. അതാണെന്നാണ് ഗൈസ്, ഇത് തന്നെയാണ് ഇവനാണ് അത്. ഗൈസ് ഇവൻ തന്നെയാണ് അവൻ. ഇവനെ ഇപ്പം നമുക്ക് പൂട്ടാം ഗൈസ്, ഇപ്പോൾ പൂട്ടാം. ഓക്കെ ഗൈസ്, നമുക്ക് നോക്കാം ഇനി. ഇതേ നമ്മുടെ ക്യാമറ ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, അവനെ ഗൺ പോയിന്റ് നിർത്തിയിട്ടുണ്ട്. ഗെറ്റ് ഇൻ ദ സി ടൈപ്പ്. ഗൈസ് ഈ ഒരു വണ്ടിയാണ് സി ടൈപ്പ് എന്ന് പറയുന്നത്. ഇതല്ലടാ മുന്നേ അപ്പുറത്തെ വണ്ടി. ഇവരെ വെട്ടി വെച്ച് കൊല്ലണോ? വേണ്ട, ചിലപ്പോൾ മെഷീൻ ഫെയിലാവും. ഇത്ര വരെ വന്നിട്ട് മെഷീൻ ഫെയിലാവാൻ പാടില്ല. അതുകൊണ്ട് അവൻ കരഞ്ഞു തുടങ്ങി. ഗൈസ് ഓക്കെ, നമ്മളെ ആൾക്കാർ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇത് കൊണ്ട് കൊടുക്കണ്ടേ ഈ ഒരു വണ്ടി. ഗൈസ് ഇതുകൊണ്ട് അതുവഴിയാണ് എക്സിറ്റ്. ഈ എക്സിറ്റ് ഒക്കെ ഇച്ചിരി മെനയാണ് കേട്ടോ. ഓക്കെ, നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇവിടെ എയർപോർട്ടിൻ്റെ അവിടോട്ട്. കണ്ടീഷൻ, നല്ല കണ്ടീഷനിൽ കാർ കൊണ്ട് കൊടുക്കാനാണെന്ന് തോന്നുന്നു എയർപോർട്ടിൻ്റെ അവിടെ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഗൈസ് ഇതും കൊണ്ട് ഇവൻ ഇതുവഴിയൊക്കെയാണ് പോയെന്ന് ഒരു പിടിയില്ല. ഗൈസ് ഇവൻ എന്തോ പോക്കാണ് പോയത്. പക്ഷേ സ്പീഡുണ്ടോ ചോദിച്ചാൽ സ്പീഡുണ്ടെന്ന് തോന്നുന്നല്ലേ. ഉണ്ട് ഗൈസ്, സ്പീഡുണ്ട് കേട്ടോ, സ്പീഡുണ്ട്. നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല, അത്യാവശ്യം സ്പീഡുണ്ട്. പക്ഷെ ഇവനെന്താ പോക്കായിരുന്നു അതുകൊണ്ട് പോയേ. ഗൈസ് അവൻ ഡ്രിഫ്റ്റ് ചെയ്തും ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഒരു പോക്കവനങ്ങ് പോയി. എങ്ങോട്ടാ പോയെന്നൊന്നും ഒരു പിടിയില്ല. എന്ത് പറയാനാണ്. എടാ കാറൊക്കെ രണ്ടായിട്ട് എടുത്ത് അടിക്കുകയൊക്കെ ചെയ്തു. ഗൈസ് നമ്മളെ പോലീസ് ഇപ്പോൾ പിടിക്കും. അതിന് മുന്നേ നമുക്ക് പോലീസിനെ കളയണം ഗൈസ്, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി കയ്യിൽ നിന്ന് പോവും, നമ്മുടെ മെഷീൻ ഫെയിലാവും. ഓക്കെ, നമ്മൾ പോലീസിനെ കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയും കൂടെ ഒന്ന് റിപ്പയർ ചെയ്യാം. നമ്മൾ വണ്ടി റിപ്പയർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പം നമുക്ക് പറപ്പിച്ചങ്ങോട്ട് വിടാം ഗൈസ്. വണ്ടി കൊള്ളാം കേട്ടോ, ചെറിയ സാധനം, നമ്മൾ കണ്ട പോലെ ഇല്ല. പെയ്യ വണ്ടി സ്പീഡ് കയറി വരും കേട്ടോ. നമുക്ക് നല്ലപോലെ സ്പീഡ് കയറി വരുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു വണ്ടി തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ആദ്യമേ ഫസ്റ്റ് വണ്ടി ഒന്ന് കയറി വരെ ഇച്ചിരി ഒരിതുണ്ട്, പക്ഷെ കയറി വന്നു കഴിഞ്ഞാൽ നല്ലപോലെ കയറി വരും ഗൈസ്. നല്ല വണ്ടിയാണ് കേട്ടോ. ഇതിപ്പോൾ എവിടെ കൊണ്ട് കൊടുക്കണ്ടേ? അവർ പറയുന്ന എയർപോർട്ടിലാണ്. നമുക്ക് നോക്കാം ഗൈസ്, ഇതിലെന്തോ നടക്കുന്നുണ്ട്. എങ്ങോട്ടാണ് ഈ പോകുന്നതെന്നൊരു പിടിയില്ല. ഓഹ്, വഴി തെറ്റി. നമ്മുടെ വണ്ടി ഫുള്ള് പോയി കേട്ടോ. ഫ്രണ്ടൊക്കെ അങ്ങ് അലങ്കോലമായി. തിരിക്കട്ടെ, പോട്ടെ ഗൈസ്. ഓക്കെ, നമ്മൾ അടുത്തെത്താറായി. കുറച്ചുകൂടെ പോയാൽ മതി. ഇപ്പോൾ എത്തും എയർപോർട്ടിൽ ഗൈസ്. ഇപ്പോൾ എയർപോർട്ടിലെത്തും. എന്നിട്ട് നമുക്കറിയാൻ പറ്റും എന്തായിരുന്നു സംഭവം എന്ന് ഗൈസ്. എനിക്ക് തോന്നുന്നു ഈ വണ്ടി എനിക്ക് തോന്നുന്നു മറ്റേ അവർക്ക് കൊടുക്കാനാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ വട്ടം നമ്മൾ കാർ ജാക്കിങ് ഒക്കെ ചെയ്തില്ല ഗൈസ്, അത് അവന്മാർക്ക് തന്നെയാണെന്ന് തോന്നുന്നു. ഈ വട്ടം നമ്മൾ കൊടുക്കുന്നത് ഓഹ് അവിടെ ആയിരുന്നു. ഓക്കെ, നമ്മളങ്ങോട്ട് എൻട്രി ചെയ്യാം ഗൈസ്. നമ്മളങ്ങോട്ട് എൻട്രി ചെയ്തിട്ടുണ്ട്. എൻട്രി ഇപ്പോൾ ചെയ്യും, തുറക്കും. ഇപ്പോൾ ഇതൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഗൈസ് നമ്മളങ്ങോട്ട് എൻട്രി ചെയ്തിട്ടുണ്ട്. ഇനി വണ്ടി അങ്ങോട്ട് നേരെ കൊണ്ട് കൊടുക്കാം ഗൈസ്. ഇവിടെയാണ് അവന്മാർ. ഒന്ന് ഡ്രിഫ്റ്റൊക്കെ അങ്ങോട്ട് ചെയ്യട്ടെ. കൊള്ളാം പക്ഷേ സാധനം കേട്ടോ. ഇത് ഗൈസ് ഇവിടെയാണ്. അതെ, നമ്മൾ വണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, പുള്ളി ദേ പുള്ളിക്കാണ് ഈ ഒരു വണ്ടി കേട്ടോ. പുള്ളി എന്താ കാണിക്കുന്നേ? അപ്പോൾ ഗൈസ് എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരാം. ഓക്കെ, ബൈ.